പത്തനംതിട്ട മുറിഞ്ഞകല്ലിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച നവദമ്പതിമാരുടെയും പിതാക്കന്മാരുടെയും സംസ്കാരം ഇന്ന്. പൂങ്കാവ് സെയിന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാരം. മല്ലശ്ശേരി സ്വദേശി നിഖിൽ, ഭാര്യ അനു, നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായി, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. മധുവിധുവിന് ശേഷം മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ദമ്പതികളും ഇരുവരുടെയും അച്ഛനുമാണ് അപകടത്തിൽ മരിച്ചത്. അവിടെ ആരും നിൽക്കില്ല, വഴിയിൽ ആരും നിൽക്കില്ല. ആരോട് അച്ഛൻ അകത്തോട്ട് കയറി അമ്മ കണ്ണ് അങ്ങോട്ട് പോകും. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണോ നിഖിലിന്റെ വീട്ടിൽ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, രാവിലെ 6:30 കൂടിയാണ് മോർച്ചറിയിൽ നിന്ന് മൃതശരീരങ്ങൾ സ്വഭവനങ്ങളിലേക്ക് എത്തിച്ചത്. അവിടെ ഏറെക്കുറെ 1 മണിക്കൂർ സമയം 2 ഭവനങ്ങളിലായി ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അയൽവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഉള്ള ദർശനത്തിലുള്ള ക്രമീകരണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പൊതുദർശനം എന്നുള്ളത് ഈ 4 പേരുടെയും ഇടവകയായിട്ടുള്ള പൂങ്കാവ് കത്തോലിക്ക പള്ളിയിലാണ്. 4 മൃതശരീരങ്ങളുമായി ആംബുലൻസ് വിലാപയാത്രയായി ഭവനങ്ങളിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഇടവക പള്ളിയിലേക്കുള്ളത്. അല്പസമയത്തിനുള്ളിൽ മൃതശരീരങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ ഏറെക്കുറെ 4 മണിക്കൂർ സമയമാണ് പൊതുദർശനത്തിനായി ക്രമീകരിച്ചിട്ടുള്ളത്. വന്ന് ചേരുന്നവർക്ക് ഓഡിറ്റോറിയത്തിൽ കയറി മൃതശരീരങ്ങൾ കണ്ട ശേഷം പുറത്തേക്ക് മറ്റൊരു വഴിയിലൂടെ പോകുന്ന തരത്തിലാണ് ക്രമീകരണമുള്ളത്. നമ്മുടെ നാടിനെ ആകെ നടുക്കിയ ഒരു ദുരന്തമാണ്. നവദമ്പതികളടക്കം 4 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. ഇടവക അംഗം കൂടിയായ അജി ഡാനിയിൽ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ പൊതുദർശനത്തിനുള്ള ക്രമീകരണം? നമ്മൾ ഇന്നത്തെ സംസ്കാര ശുശ്രൂഷയ്ക്ക് എല്ലാവിധമായ ഒരുക്കങ്ങളും ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. 4 ബോഡികളും ഇപ്പോഴേ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം പീഠം ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും കാണുവാനുള്ള പ്രത്യേകമായ സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട്. 11:30 ശുശ്രൂഷ തുടങ്ങും. നമ്മുടെ പത്തനംതിട്ട രൂപത മെത്രാപ്പോലിത്ത ഐറോനീസ് തിരുമേനി, മുൻ മെത്രാപ്പോലിത്ത ക്രിസോസ്റ്റം തിരുമേനി, ഇവർ മുഴുവൻ സമയം ഇവിടെ ഉണ്ട്. ക്രിസോസ്റ്റം തിരുമേനി 11:30 ശുശ്രൂഷ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച് അതിനുശേഷം മൃതശരീരം പെട്ടിയിലേക്ക് മാറ്റിയതിനു ശേഷം അവസാനത്തെ ശുശ്രൂഷയാണ് നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നത്. മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേകമായ ക്രമീകരണങ്ങളുണ്ട്. കുടുംബക്കല്ലറയിൽ, നിഖിലിൻ്റെ കുടുംബക്കല്ലറയിലാണ് 3 മൃതശരീരങ്ങൾ സംസ്കരിക്കുക, അല്ലേ? അതായത് നിഖിൽ ഈപ്പൻ്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിഖിൽ ഈപ്പൻ്റെ പിതാവ് മത്തായി ഈപ്പൻ്റെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അനുവിൻ്റെയും മൃതശരീരം ഒരേ കുടുംബക്കല്ലറയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്, അടക്കുന്നതിന് ക്രമീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബിജുവിൻ്റെ പ്രത്യേകമായ കുടുംബക്കല്ലറ അവർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഏത് സമയത്തേക്ക് സംസ്കാര ശുശ്രൂഷകൾ 12:30 ശേഷം അവസാനത്തെ ശുശ്രൂഷ ആരംഭിച്ച് ഏതാണ്ട് 1:30 തീർക്കണമെന്നുള്ള കണക്കൂട്ടലാണ് ഇപ്പോഴും ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കാണുവാനുള്ള സൗകര്യവും അതിനുശേഷവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോത്തി, ഈ ദുരന്തം സൃഷ്ടിച്ച വലിയ ഒരു ആഘാതമുണ്ട്. അത് കേട്ടവർക്കും അതിൻ്റെ ഭാഗമായവർക്കും ഒക്കെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിൽ നിന്നും വിട്ടു മാറാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഏറെക്കുറെ 4 മണിക്കൂർ സമയം എന്നുള്ളത് കണക്കിലെടുത്തിട്ടുള്ളത്. പൊതുപ്രവർത്തകൻ റോബിൻ പീറ്റർ ചേരുന്നുണ്ട്. നാടിന് താങ്ങാൻ കഴിയാത്ത ഒരു ആഘാതമായിരുന്നു. തീർച്ചയായിട്ടും ഈ നാടിനെ ആകെ ഈ വാർത്ത അറിഞ്ഞ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ്. കാരണം ഈ നാട്ടിൽ അത്രയ്ക്ക് എല്ലാവരുമായും വളരെയേറെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒക്കെ ജീവിച്ചിരുന്ന 2 കുടുംബങ്ങളിലെ 4 ആളുകളാണ് മരണപ്പെട്ടത്. തീർച്ചയായും എല്ലാവർക്കും ഏറെ ദുഃഖകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഈ നാടൊന്നാകെ കടന്നു പോകുന്നത്. ഒരേ നാട്ടുകാർ, ഒരേ ഇടവക അംഗങ്ങൾ. നിഖിലിൻ്റെയും അനുവിൻ്റെയും കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. 8 വർഷക്കാലയളമായി ഏറ്റവും അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ പിന്നീട് പ്രണയബദ്ധരായി മാറുന്നു. ഏറ്റവും ഒടുവിൽ നിഖിലിന് നല്ല ജോലി തരപ്പെടുന്നു എന്ന് വന്ന ഘട്ടത്തിൽ കുടുംബാംഗങ്ങൾ ആലോചിച്ച് ഇരുവരുടെയും വിവാഹം നടത്തുകയായിരുന്നു. കഴിഞ്ഞ 30-ാം തീയതി ഇതേ ദേവാലയത്തിൻ്റെ അങ്കണത്ത്
എത്തിച്ചേർന്നവരൊക്കെ തന്നെ അവരുടെ വിവാഹ ശുശ്രൂഷയിൽ ഭാഗമാകുക, അവരുടെ സന്തോഷത്തിൽ, അവരുടെ കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിൽ ഭാഗമാകുക എന്നത് വലിയ സ്കൂളിൽ വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇവരുടെയൊക്കെ ഭൗതിക ദേഹം അങ്ങനെ കൊണ്ടുവന്ന് പൊതുദർശനത്തിനായി വയ്ക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കാനാവുക